തിരുവിഷ്ട മിനിസ്ട്രീസ് ബ്രെഡ് ഓഫ് ലൈഫിലേക്ക് സ്വാഗതം. 2020 ഒക്ടോബർ 16 സീറോ മലബാർ സഭ വിശുദ്ധ കുർബാന മധ്യേ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ വിശുദ്ധ പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 7 വരെയും, വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 20-ാം അധ്യായം 27 മുതൽ 40 വരെയും തിരുവചനങ്ങൾ. വിശേഷായിട്ടും പ്രിയപ്പെട്ടവരെ, സ്നേഹവന്ദനം. ജീവിച്ചാലും മരിച്ചാലും നാം ദൈവത്തിനുള്ളവർ, ദൈവത്തിൻ്റെ ഉള്ളം കയ്യിൽ. എപ്പോഴും ദൈവം നമ്മോടുകൂടെ. എന്ത് ഭാഗ്യപ്പെട്ടവരാണ് നമ്മൾ. നാം തിരിച്ചറിഞ്ഞ സത്യം അതല്ലേ? ക്രിസ്തുവിലാണ് നാം ജീവിക്കുന്നത്, മരിക്കുന്നതും ഉയർത്തുന്നതും. അതുകൊണ്ട് ദൈവത്തിലാണ് എപ്പോഴും വന്നൊരു ബോധ്യം ഉണ്ടാകുമ്പോൾ എത്ര ആശ്വാസകരമായി ആ ജീവിതം മാറും. നാളെ ഒരു ദൈവം ഉണ്ടെന്നല്ലല്ലോ പറയുക, നാളെ ഒരു രക്ഷയുണ്ടെന്നല്ലല്ലോ പറയുക. അത് ഇന്നേ ഉള്ളത്, ഇന്നേ അനുഭവിക്കുന്നത്. നാം ഉയർക്കുമെന്ന് എന്താണ് ഉറപ്പ്? നാം ഉയർക്കുമെന്ന് ഉറപ്പ് മോശ തന്നെ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് ഈശോ പറയുക. മുൾപ്പടർപ്പിൽ വെച്ച് ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ മോശ വിളിക്കുന്നുണ്ട്, അബ്രഹാത്തിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം. ദൈവം നിത്യനാണ്, ദൈവത്തിലാണ് നമ്മളെല്ലാം. അതുകൊണ്ട് ദൈവസന്നിധി നമുക്ക് മരണമില്ല, ദൈവസന്നിധിയിൽ നമുക്ക് മരണമില്ല. എന്നും നാം ദൈവത്തോടു കൂടെയാണ് എന്നൊരു ബോധ്യം ജീവിതത്തിൽ ഉടനീളം നിലനിർത്തിക്കൊണ്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ക്രിസ്തു ഭൂമിയിൽ വന്ന് തന്നെ പീഡകൾക്കെല്ലാം ഏൽപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ പുറകിലുള്ള രഹസ്യം അതല്ലേ? തനിക്ക് മരണമില്ല, നിത്യതയാണ്, പിതാവിലാണ് താൻ. ആ ഒരു ഉറപ്പുള്ളത് കൊണ്ട് ലോകത്തിൻ്റെ ആക്രമണങ്ങളെ, ലോകത്തിൻ്റെ സമ്മർദ്ദങ്ങളെ, ലോകത്തിൻ്റെ വിധികളെയൊന്നും ക്രിസ്തു ഭയക്കുന്നില്ല. എൻ്റെ നാമം വിളിക്കപ്പെടുന്ന ഈ ബോധ്യത്തിലേക്കാണ്. പരിശുദ്ധാത്മാവിൽ നമുക്ക് നൽകപ്പെട്ട ജ്ഞാനം എന്താണ്? അത് നിത്യമായി നാം നിലനിൽക്കുന്നു എന്നതാണ്. മർക്കോസ് സുവിശേഷത്തിൽ സമാന ഭാഗത്തിൽ ഈശോ പറയുന്നുണ്ട്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. സദുക്കായരോടാണ് ചോദ്യം. സദുക്കാർ പറയുന്നത് ഉദ്ധാനമില്ലെന്നാണ്. അതുകൊണ്ട് ഒരാൾ മരിച്ചു, അയാളുടെ ഭാര്യയെ രണ്ടാമൻ വിവാഹം ചെയ്തു, അങ്ങനെ 7 സഹോദരങ്ങൾ വിവാഹം ചെയ്യുന്നു, ഒടുവിൽ ആ സ്ത്രീയും മരിക്കുന്നു, എല്ലാവരും മരിക്കുന്നു. സ്വർഗത്തിലെത്തുമ്പോൾ അവൾ ആരുടെ ഭാര്യയായിരിക്കും എന്നാണ് ചോദിക്കുക. ഈ സ്വർഗമെന്ന് പറയുന്നതിനെ ഈ ഭൗമിക ജീവിതത്തിൻ്റെ ഒരു തുടർച്ചയായി, ഒരു കേവല തുടർച്ചയായി കാണുമ്പോഴാണ് കുഴപ്പം. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടല്ലോ, സ്വർഗത്തിൽ സുഖസന്തോഷമായിരിക്കും, അവിടെ ആവശ്യമുള്ളതൊക്കെ കിട്ടുമെന്ന് കരുതുന്നവർ. യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ ചിലപ്പോൾ കാണാമെന്ന് പറയുന്നവർ വരെയുണ്ട്. പക്ഷെ വളരെ വ്യക്തമായി ക്രിസ്തു പറയുന്നുണ്ട്, ദൈവദൂതന്മാരെ പോലെ ആയിരിക്കും. അങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലല്ല. നമ്മളെല്ലാം ദൈവത്തിലാകാൻ, നമ്മളിപ്പോഴേ ദൈവത്തിലല്ലേ? നമുക്ക് എന്ത് ഐഡൻറ്റിറ്റിയാണുള്ളത്? നമുക്ക് എന്ത് പറയാനായിട്ട്, എന്ത് വ്യതിരക്തതയാണുള്ളത്? നമ്മളിട്ട പേരുകൊണ്ടും നമ്മൾ പറഞ്ഞ വാക്കുകൊണ്ടും ഒക്കെയുള്ള ഭിന്നതയല്ലാതെ യഥാർത്ഥത്തിൽ നമ്മൾ ആത്മാവിലൊന്നല്ലേ? എന്ത് വ്യത്യാസമാണ് നമുക്ക് തമ്മിലുള്ളത്? ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ അങ്ങനെയാണല്ലോ. കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ അവിടെ പഠിപ്പുള്ളവരും പഠിപ്പില്ലാത്തവരും, പണമുള്ളവരും പണമില്ലാത്തവരും, പാപിയും പുണ്യവനൊക്കെ ഒരേപോലെ നിൽക്കണേ. കാരണം ദൈവസന്നിധിയിലെല്ലാം ഒന്ന് തന്നെ, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ഏറ്റവും പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ഈ സ്വർഗമെന്ന് പറയുന്നതിന് ഒരു മാറ്റി നിർത്തപ്പെട്ട സ്ഥലമായിട്ടല്ല കാണേണ്ടത്, ജീവിത തുടർച്ചയായിട്ട് കാണണം. അവിടെ ഈ പറഞ്ഞ വ്യതിരക്തതകളെല്ലാം അവസാനിപ്പിച്ച് ഏകതയിലേക്ക്, ദൈവിക ബോധ്യത്തിലേക്ക്, സമ്പൂർണ്ണതയിലേക്ക് നാം പ്രവേശിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് തിരിച്ചറിയേണ്ടതുണ്ട്, സ്വർഗമെന്ന് പറയുന്നതിനെ കണക്കാക്കുമ്പോൾ അത് കേവല യുക്തിക്ക് കീഴ്പ്പെടുത്തി ഇവിടത്തതുപോലെ തുടരുന്നൊരു ജീവിതമെന്ന നിലയ്ക്കല്ല. നശ്വര ശരീരം അനശ്വരമായി രൂപാന്തരപ്പെടും, അനശ്വര ശരീരം സ്വർഗീയ ശരീരം എന്നൊക്കെ വിശുദ്ധ പൗലോസ് പറയും. ഏറ്റവും പ്രിയപ്പെട്ടവരെ, നാം വിളിക്കപ്പെടുന്നത് ഇങ്ങനെ ജീവിക്കാനാണ്. എത്ര ഗൗരവമായ ഒരു ഭാവി കാലം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവി കാലം അത് ഇന്നുള്ള പരിമിതികളെയൊക്കെ അതിജീവിച്ച് ഉദ്ധാനത്തിൻ്റെ മഹത്വത്തിൽ ജീവിക്കാനുള്ളൊരു കാലമായിട്ടാണ് വചനം നമ്മോട് പറയുക. ഇത് പരമാർത്ഥമല്ലേ? നമ്മൾ ഇന്ന് ജീവിക്കുന്നത് പരിമിതികൾക്കകത്തല്ലേ? നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഏറെ പരിമിതമായ സാഹചര്യങ്ങളിലല്ലേ? സന്ദർഭങ്ങളൊക്കെ നമുക്കെതിരാണ്. ജീവിതത്തിലൊക്കെ ബന്ധങ്ങളൊക്കെ നമുക്ക് അനുകൂലമല്ലാതായി മാറുന്നു, ബന്ധങ്ങളൊക്കെ പരസ്പരം അടിമപ്പെടുത്തുന്നതും കീഴ്പ്പെടുത്തുന്നതായിട്ട് മാറുന്നു. ആ ബന്ധങ്ങളൊക്കെ അതിജീവിക്കാൻ പറ്റണമെങ്കിൽ എങ്ങനെയാണ്? ഈ ബന്ധങ്ങളെക്കാളെല്ലാം ഉപരിയായി ദൈവത്തെ കാണാൻ കഴിയുകയും എല്ലാവർക്കും വിധേയരായിരിക്കാൻ ഹൃദയപരമായ നിലപാടെടുക്കുകയും ചെയ്യുമ്പോഴല്ല. ആ വിധേയത്വം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ക്രിസ്തുവിനെ പ്രതിയുള്ളതായിട്ട് മാറണം. മാനുഷികമായിട്ട് വ്യക്തിപരമായ വിധിത്തീർപ്പുകൾക്കോ വിധേയത്വങ്ങൾക്കോ നമ്മെ തന്നെ വിട്ടുകൊടുക്കരുത്. പകരം ക്രിസ്തുവിനെ നമ്മെ തന്നെ അർപ്പിക്കുന്നവരായിട്ട് നമ്മൾ ജീവിക്കണം. അങ്ങനെ നിത്യത ഒരു ലക്ഷ്യമാക്കിക്കൊണ്ട് പോകുമ്പോൾ എങ്ങനെയാണ് വ്യക്തിബന്ധങ്ങളെ ക്രമീകരിക്കേണ്ടതെന്ന് വചനം പറയുന്നുണ്ട്. ഈ വചനം വളരെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന വചനമാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ വിശുദ്ധ പത്രോസിലേക്ക് പറയുന്ന ഭാഗത്ത് ഇങ്ങനെയാണ്, സ്ത്രീകൾ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഇത് മിക്കവാറും പറയുന്നത് ഭർത്താക്കന്മാരാണ്, ഇതൊരിക്കലും സ്ത്രീകളല്ല പറയുക, പുരുഷന്മാരിത് പറയും. കാരണം പുരുഷാധിപത്യം ഉണ്ടാകാൻ വേണ്ടി. ലോകം എപ്പോഴും പുരുഷാധിപത്യത്തിൻ്റെ ലോകമാണ്. ഗാന്ധി പറയുന്നുണ്ട് അങ്ങനെ. ചരിത്രമെന്ന് പറയുന്നത് അധികാരത്തിൻ്റെയും ആണുങ്ങളുടെയും ചരിത്രമാണ്. ചരിത്രത്തിൽ പെണ്ണുങ്ങളില്ല. പെണ്ണുങ്ങളുടെ ജോലി എന്താണ്? അടുക്കളയാണ്. അവൾ അടുക്കള കഴിഞ്ഞു പോകണം, അല്ലെങ്കിൽ അവൾ കീഴ്പ്പെട്ടിരിക്കണം, വിധേയപ്പെട്ടിരിക്കണം എന്നാണ് സ്വതവേ ചിന്ത. ഈ പറയുന്ന ചിന്തയെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു യഹൂദ പാരമ്പര്യത്തിൻ്റെ വളരെ തീക്ഷ്ണമായ ആചാരനിഷ്ഠതയ്ക്ക് പുറത്തു കിടക്കുകയാണ് സഭ. അവിടെ വ്യക്തിഗതമായ കാര്യമാണ് പറയുക, സ്ത്രീയോടാണ് പറയുക. സ്ത്രീ എല്ലാ കാര്യങ്ങളിലും പുരുഷന് വിധേയമായിരിക്കണം. പുരുഷനോട് പറയുന്നുണ്ട്,
പുരുഷനോട് നേരെ തിരിച്ച് പറയുന്നുണ്ട്, പുരുഷൻ സ്നേഹവാനായിരിക്കണം, പുരുഷൻ കാരുണ്യത്തോടെ പെരുമാറണം, സ്നേഹത്തോടെ പെരുമാറണം, സഹിഷ്ണുതയോടെ വർത്തിക്കണമെന്ന് പറയുന്നുണ്ട്. ഇത് വ്യക്തിപരമായി സ്വീകരിക്കണം. പുരുഷൻ ഇതൊരു വടിയാക്കി ഉപയോഗിക്കരുത്, സ്ത്രീ അതൊരു അവകാശമായിട്ട് ഉപയോഗിക്കരുത്. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ഉപേക്ഷിക്കും. സ്ത്രീക്ക് അത് കടന്നു പോകാനൊരു നല്ല വഴിയാണ്, അതേസമയം തന്നെ പുരുഷനും അത് കടന്നു പോകാനും നല്ല വഴിയാണ്. എങ്ങനെ? ഈ പറഞ്ഞ അവരനെ അംഗീകരിച്ചുകൊണ്ട്, അവർ പരസ്പരമുള്ള അംഗീകാരത്തിലൂടെ നമുക്ക് ജീവിക്കാൻ പറ്റണം. ഇന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഭൗതികതയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുകയാണ്. അതുകൊണ്ട് സമ്പത്തുള്ളയാൾ മേൽക്കോയ്മ പ്രാപിക്കുന്നു, പുരുഷൻ മേധാവിത്വ സ്ഥാനത്ത് വരുന്നു. സ്ത്രീകളാണെങ്കിലോ നിങ്ങൾ ആലോചിച്ച് നോക്കണം, സ്ത്രീയോട് പറഞ്ഞു പിടിപ്പിച്ചേക്കണത് എന്താ? നീ ആഭരണം ഇട്ടാൽ നന്നാവും. എന്തൊരു പൊട്ടത്തരം നോക്കി, നീ ആഭരണം ഇട്ടാൽ നന്നാവും, നല്ല ഉടുപ്പിട്ടാൽ നന്നാവും. അങ്ങനെ നിനക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നിന്റെ സൗന്ദര്യമാണ് വേണ്ടത്. നീ ആഭരണം ഇടണം, നല്ല വസ്ത്രം ധരിക്കണം, പിന്നെയും മുടി വേണം. അങ്ങനെ നീ പുരുഷനെ പ്രലോഭിപ്പിച്ച് നിർത്തണം എന്നൊരു പഠനം ആര് തന്നെ പറയണേ? സ്ത്രീകൾ തന്നെ പറഞ്ഞു കൊടുക്കണേ. ഇത് ഈ സമൂഹത്തിനകത്ത് നിലനിൽക്കുന്നൊരു ധാരണയാണല്ലോ. ദൈവത്തെ പ്രതി അവരെ സ്വീകരിക്കുക എന്നൊരു പരിപൂർണതാ മാർഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുന്ന ഒരു ആന്തരിക സൗന്ദര്യത്തിലേക്ക്, അത് പുരുഷനോ സ്ത്രീയോ ആട്ടെ, മനുഷ്യത്വത്തിലേക്കാണല്ലോ നമ്മൾ ഉയരേണ്ടത്. ഈ മനുഷ്യത്വമാണല്ലോ ലോകത്ത് പ്രകാശിപ്പിക്കേണ്ടത്. ആ മനുഷ്യത്വത്തിലൂടെയാണല്ലോ ക്രിസ്തുവിനെ നമുക്ക് പ്രകാശിപ്പിക്കാൻ പറ്റുക. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ചിന്തിക്കേണ്ടതുണ്ട്. ബന്ധങ്ങളെ നാം ഈ കടന്നു പോകലിനുള്ള ഉപാധിയാക്കി കാണണം. നമുക്ക് ജീവിക്കേണ്ടത് ഇവിടെയല്ല, നമുക്ക് കടന്നു പോകേണ്ടതാണ്. ഈ പോകുന്നിടത്താണ് ജീവിക്കേണ്ടത്. ബസ്സിൽ കയറി യാത്ര ചെയ്യുന്നത് ബസ്സിൽ ജീവിക്കാനല്ലല്ലോ, എത്തേണ്ടടുത്ത് എത്താനല്ല. ആ എത്തേണ്ടടത്തെക്കുറിച്ചുള്ള ഗൗരവമായ ബോധ്യം നിലനിർത്തുമ്പോൾ ഇങ്ങനെ അവരന് വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ട് കൃപാല് ചെയ്തിട്ട് നമുക്ക് അവരന് വേണ്ടി ജീവിക്കാൻ പറ്റും. ഈ അവരനെ കരുതുന്ന, അവരന് വേണ്ടിയായിത്തീരുന്ന ബന്ധങ്ങളെ ഈ ക്രിസ്തോന്മുഖമായി സ്വീകരിക്കാൻ കഴിയുന്നൊരു നിലപാട് ജീവിതത്തിൽ നമുക്കുണ്ടാകേണ്ടതുണ്ട്. ശിലറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഗൗരവമായി നാം ചിന്തിക്കണം. നാം വിളിക്കപ്പെടുന്നത് ഈ ഭൗതിക സാഹചര്യങ്ങളുടെ പരിമിതികൾക്കകത്ത് അടച്ചുപൂട്ടിക്കിടക്കാനല്ല, അല്ലെങ്കിൽ നിത്യമായി അവിടെ നിലനിൽക്കാനല്ല. നമുക്കൊരു വിശുദ്ധ നഗരമുണ്ട്, അല്ലെങ്കിൽ ദൈവസന്നിധിയുണ്ട്. ആ ദൈവസന്നിധിയിലേക്ക് നാം യാത്രയിലാണ്. ആ യാത്ര ഭാവിയിൽ വരാവുന്നൊരു യാത്രയല്ല, നിരന്തരമായ ആ യാത്രയിലാണ് നമ്മളിപ്പോഴും എന്നൊരു ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റും. അതിനാവശ്യമായ ഒരു ആത്മബലം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.